ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 ജാനുവരി നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഹയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തു, നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ എഴുതുന്നത് ലോവറിൻ്റെ എക്സാം ആയാലും ഹയറിൻ്റെ എക്സാം ആയാലും ഇനി എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എക്സാം ആയാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം പരിചയത്തിലായിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ മുൻവർഷത്തെ വേറെ 1-2 ചോദ്യപേപ്പറുകൾ കൂടി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും പോയി കാണുക. എൻ്റെ വീഡിയോ ലെസൺസ് എല്ലാം കാണുക. സർവീസ് റൂൾസ്, അക്കൗണ്ട് കോഡ്, ട്രഷറി കോഡ്, ഫൈനാൻഷ്യൽ കോഡ്, ഈ വീഡിയോ ലെസൺസ് ഒക്കെ കണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുക. ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്താണ് അതൊക്കെ വരുന്നതെന്ന് നോക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യം, which estimates of expenditure should be accompanied by a self-explanatory report containing all relevant details of the scheme? ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ നോൺ പ്ലാൻ സ്കീംസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത്, all wages not claimed within dash months as a rule be forfeited. 3 months എന്നാണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. മൂന്നാമത്തെ ചോദ്യം, the burial charges of paupers are incurred by the officers of option A, Revenue Department. നാലാമത്തെ ചോദ്യം, no part 2 schemes will be considered for inclusion in the next year budget unless it is received by the Finance Department before dash every year, before 1st November എന്നാണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. Question number 5. All books and periodicals received in an office will be entered in a register in. എപ്പോഴും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ഓപ്ഷൻ സി, ഫോം നമ്പർ 19. Question number 6. Dash may incur miscellaneous expenditure up to ₹500 on each occasion in connection with bandobast arrangements such as erection of sheds or sanitary arrangements. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. ഏഴാമത്തെ ചോദ്യം, കണ്ടിജൻസി ഫണ്ട് ഈസ് അഡ്മിനിസ്ട്രേറ്റ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓപ്ഷൻ എ. എട്ടാമത്തെ ചോദ്യം, എവറി ബോഡി അതോറിറ്റി റിസീവിംഗ് ഗ്രാന്റ് ഇൻ എയ്ഡ് ആൻഡ് ഓർ ലോൺ ഓഫ് ₹dash or more during a financial year shall submit to Principal Accountant General by 31st July of the succeeding financial year their annual accounts of ₹25 lakhs എന്നാണ്. ഓപ്ഷൻ ഡി. 25 lakhsോ അതിൽ കൂടുതലോ വാങ്ങുന്നവരാണ് ആ ആനുവൽ അക്കൗണ്ട്സ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഒൻപതാമത്തെ ചോദ്യം, ഹൂ കണ്ടക്ട്സ് ദ ഓഡിറ്റ് ഓഫ് സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോക്ക് അക്കൗണ്ട്സ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. പത്താമത്തെ ചോദ്യം, ഡാഷ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ട്രഷറർ ഓഫ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ്സ് ഫോർ ദ സ്റ്റേറ്റ്. ഓപ്ഷൻ ഡി, എക്സാമിനർ ഓഫ് ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ്. 11ാമത്തെ ചോദ്യം, traveling allowance bills and acquittance rolls relating thereto should be preserved for not less than option A 3 complete years. 12ാമത്തെ ചോദ്യം, taxes on property and capital transaction comes under option B tax revenue. 13ാമത്തെ ചോദ്യം, the rates of advertisement charges should be approved by option B director of public relations ആണ് അത് അപ്രൂവ് ചെയ്യുന്നത്. 14ാമത്തെ ചോദ്യം, what is the period of limitation in respect of arrear claims of gratuity? Arrear claims ഒക്കെ 6 വർഷമാണ് അതിൻ്റെ ലിമിറ്റേഷൻ. ഓപ്ഷൻ സി 6 years. 15ാമത്തേത്, sanction of dash should be obtained for purchasing arms and ammunition required by any department. ഓപ്ഷൻ എ ഗവൺമെന്റ്. 16ാമത്തേത്, the estimates of schemes involving new expenditure or abandonment of existing revenue is, അതിനാണ് നമ്മൾ പാർട്ട് 2 എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി. 17ാമത്തെ ചോദ്യം, സം ഗവൺമെന്റ് ലാൻഡ് ഈസ് പ്രപ്പോസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു എ കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ് ഓർ ടു എ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഹു ഈസ് ഓഫീസർ ഓതറൈസ്ഡ് ടു ഫിക്സ് ദ വാല്യൂ ഓഫ് ദ ലാൻഡ്. ഓപ്ഷൻ ഡി, ഡിസ്ട്രിക്ട് കളക്ടറാണ് അത്തരം സന്ദർഭങ്ങളിൽ ലാൻഡിന്റെ വാല്യൂ നിശ്ചയിക്കുന്നത്. 18ാമത്തെ ചോദ്യം, ഡാഷ് മീൻസ് ദ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ഗിവിംഗ് ഔട്ട് ഓഫ് എ വർക്ക് ഓൺ കോൺട്രാക്ട്. അതിനാണ് നമ്മൾ കോൺട്രാക്ട് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. 19ാമത്തെ ചോദ്യം, withdrawal of appropriation found to be in excess of requirements. അതിനാണ് നമ്മൾ റിസംപ്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം, ഒത്തിരി വട്ടം ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി. 20ാമത്തെ ചോദ്യം, prisoners shall not be sent by mail or express trains except
for special reasons. Option C. 21ാം ചോദ്യം. The communication of the reason for rejection of a tender to the tenderer is not allowed. ഒരിക്കലും അത്തരമൊരു കമ്മ്യൂണിക്കേഷൻ നടത്താറില്ല. 22ാം ചോദ്യം. In estimating the cost during the year, the dash should carefully consider when the scheme is likely to be introduced. Option A. Head of department. 23ാം ചോദ്യം. Bells may be renewed once in dash years in the case of peons. Option D. 2. 24ാമത്തെ ചോദ്യം. The facts mentioned in the draft paragraph should be carefully verified and the result of verification communicated to Accountant General within dash from the date of its receipt within 6 weeks എന്നാണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 25ാമത്തെ ചോദ്യം. The system under which the tender calls are confirmed to selected agencies in the field when purchase of store in urgent cases is resorted is known as, അതിനാണ് നമ്മൾ ലിമിറ്റഡ് ടെൻഡർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 26ാമത്തെ ചോദ്യം. A government servant should not exercise his powers of sanctioning expenditure so as to pass an order directly or indirectly to his own advantage where it is laid down. ഇതിനെ നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊപ്രൈറ്റി എന്നാണ്. ഓപ്ഷൻ ബി. 27ാമത്തെ ചോദ്യം. For the payment of annual grants to the libraries, there should be minimum book stock of, അതിൻ്റെ മിനിമം നമ്പർ 600 ആണ്. ഓപ്ഷൻ ഡി. 28ാമത്തെ ചോദ്യം. The contingency fund has been created under dash of the Constitution. Option C. Article 267. എപ്പോഴും ചോദിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. 29ാമത്തെ ചോദ്യം. All stores should be verified periodically in the manner prescribed for each department and at least once a year. Option D. 30ാമത്തെ ചോദ്യം. The laboratory charges for educational institution may be passed by. Option B. Controlling officer. 31ാമത്തെ ചോദ്യം. As soon as government servant is admitted to the provident fund, the PF account number allotted to him should be noted on. Option A. Right hand top of page number 1 of the service book. 32ാമത്തെ ചോദ്യം. Any sums required to satisfy any judgment, degree or award of any court or arbitral tribunal are charged on the consolidated fund of the state. Option Z. 33ാമത്തേത്. Purchase of portraits and photos for public buildings require the sanction from. Option C. Government. 34ാമത്തേത്. Every head of office should maintain a stock account of furniture and all other stores in form number 18. Option B. 35ാമത്തെ ചോദ്യം. The introduction of any new major head or minor head and the abolition or change in the nomenclature of any existing head will require the approval of Controller and Auditor General. 36ാമത്തെ ചോദ്യം. If damage to immovable government property caused due to calamity, the fact may be intimated to. അത്തരം സന്ദർഭങ്ങളിൽ അത് അക്കൗണ്ടന്റ് ജനറലിനെ അറിയിക്കണം, അതുപോലെ അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ അറിയിക്കണം, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം. ഓപ്ഷൻ ഡി. ഓൾ ദ എബോവ് എന്നാണ് എൻ്റെ കറക്റ്റ് ആൻസർ. 37ാമത്തെ ചോദ്യം. Which article in KFC deals with the variation in sanction pay of a post? Article 72ലാണ് അത് വരുന്നത്. ഓപ്ഷൻ ഡി. 38ാമത്തെ ചോദ്യം. Head of departments can accept late supplies after recording the reasons, therefore up to dash after the prescribed date of delivery. Up to 2 months ആണ്. ഓപ്ഷൻ ബി. 39ാമത്തെ ചോദ്യം. The last payment on a running account made of a contractor in full settlement of the account relating to his contract when the contract has been completed or determined is final payment. Option A ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 40ാമത്തെ ചോദ്യം. Protection of religious edifices are described in article dash of KFC. Article 196 വരുന്നതാണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. Scholarship and grants in aid become due for payment on the dash day of the month in which they are earned. Last day ആണ്. ഓപ്ഷൻ ഡി. 32ാമത്തെ ചോദ്യം. Committee on Public Accounts consist of dash members who shall be elected by the assembly. 11 ആണ്. 11 members. ഓപ്ഷൻ എ. 43ാമത്തെ ചോദ്യം. Dash is the forsaking of recovery of overpayments and other similar claims without exploring all possible means of recovery. ഇത് നമ്മൾ പറയുന്നത് waiver of revenue എന്നാണ്. ഓപ്ഷൻ സി. 44ാമത്തത്. Running contracts may be settled by. Option B. Head of department and a department purchase committee. 46ാമത്തെ ചോദ്യം. The maximum number of installments of repayment of motor car advance is. Option B ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 144.
47ാമത്തെ ചോദ്യം dash means an order issued by the treasury officer on a sub-treasury within the district for payment on the government account or for any authorized purposes of a specified amount to a specified person. അതിന് നമ്മൾ പറയുന്നതാണ് ക്യാഷ് ഓർഡർ. ഓപ്ഷൻ എ. 48ാമത്തെ ചോദ്യം on receipt of a book of forms in connection with the railway warrant, dash is responsible for examining it and satisfying himself that it is perfect in all respects. Option C ആണ് sub inspector or officer in charge. 49ാമത്തെ ചോദ്യം heads of department in charge of important sources of revenue should keep the dash fully informed of the collection of revenue under their control. Finance department. Option B. Control over appropriation is a special responsibility of the finance department. 51ാമത്തെ ചോദ്യം the advantage of having estimate prepared on a dash basis is that the accounts should be closed very much earlier than when they are prepared on a demand and liability basis. Cash. Option A. Cash basis എന്നാണ്. 52ാമത്തെ ചോദ്യം the primary function of the committee on public accounts is to scrutinize reports of the controller and AG, appropriation accounts, അതുപോലെ finance account. All the above എന്നാണ് എൻ്റെ correct answer. 53ാമത്തെ ചോദ്യം the installation of electrical light and fans in the government building requires the sanction of. Option C. Government. 54ാമത്തെ ചോദ്യം which one of the following taluk do not have the risk of filariasis? Option B. മൂവാറ്റുപുഴയാണ്. 55ാമത്തെ ചോദ്യം a responsible officer of the department should inspect all perishable stores. Option A. once in each half year. 56ാമത്തെ ചോദ്യം which of the following is an interest bearing advances? ഇൻട്രസ്റ്റ് ഉള്ള അഡ്വാൻസസ്. മാരേജ് അഡ്വാൻസ് ഉണ്ട്, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ഉണ്ട്, അതുപോലെ സൈക്കിൾ അഡ്വാൻസ്. കറക്റ്റ് ആൻസർ ഓൾ ദ അബവ് എന്നാണ്. ഇതെല്ലാം ഇൻട്രസ്റ്റ് ബെയറിംഗ് അഡ്വാൻസസ് ആണ്. 57ാമത്തെ ചോദ്യം റെക്കോർഡ്സ് കണക്റ്റഡ് വിത്ത് ക്ലെയിംസ് ടു സർവീസ് ആൻഡ് പേഴ്സണൽ മാറ്റേഴ്സ് അഫക്റ്റിംഗ് ഗവൺമെന്റ് സർവൻസ് ഹു ആർ സ്റ്റിൽ ഇൻ സർവീസ്. ഓപ്ഷൻ ബി ആണ് നെവർ ബി ഡിസ്ട്രോയ്ഡ്. അത്തരം സന്ദർഭങ്ങൾ അതൊരിക്കലും ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല. 58ാമത്തെ ചോദ്യം who is officer authorized to communicate to the accountant general copies of orders sanctioning expenditure? Option C. the authority which accords sanction. 59ാമത്തെ ചോദ്യം warning slips are issued by the accountant general. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള മറ്റൊരു പ്രധാന ചോദ്യം warning slips. 60ാമത്തെ ചോദ്യം revenue advances include advances for demarcation purposes, advances for replacing missing boundary marks, advances for the removal of encroachments. All the above ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതെല്ലാം റവന്യൂ അഡ്വാൻസുകളാണ്. 61ാമത്തെ ചോദ്യം who is officer authorized to maintain the register of increments of non-gazette officers of an office? ഡ്രോയിങ് ഓഫീസറാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 62ാമത്തെ ചോദ്യം സർട്ടിഫിക്കറ്റ് ഷോയിങ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്രാന്റ് ഇൻ എയ്ഡ് ഈസ് ലേഡ് ഡൗൺ ഇൻ. ഓപ്ഷൻ ബി KFC form number 44. When does an appropriation lapse? At the close of the financial year. Option D. 64ാമത്തെ ചോദ്യം advance for the removal of encroachments are drawn by Tahsildar. Option C. 65ാമത്തെ ചോദ്യം grant in aid to medical institutions should be drawn on grants in and bills signed by the managers of such institutions and countersigned by the district medical officer. Option B. 66ാമത്തെ ചോദ്യം the shifting of existing telephone connection may be sanctioned by. Option A. heads of department. 67ാമത്തെ ചോദ്യം TA bills for which counter signature is not required. Option C. joint secretary TA ബില്ലുകളാണ്. 68ാമത്തെ ചോദ്യം counterfoils of receipt books and used checkbooks should be preserved for not less than. Option D. 6 complete years. 69ാമത്തെ ചോദ്യം Register of immovable government properties is laid down in KFC form number 23. Option B. 7ാമത്തെ ചോദ്യം every transfer of charge of gazette officer should be reported by the dash by the post on the same day to accountant general. Reported by concerned officer. Option D. 71ാമത്തെ ചോദ്യം copies of the supplementary appropriation act should be forwarded to accountant general. Option C. 72ാമത്തെ ചോദ്യം in Kerala the first attempt at performance budgeting was made in 1970-71. Option A. 73ാമത്തെ ചോദ്യം evaluation reports on the performance of the selected departments are prepared and presented to. Option A. legislature.
74ാമത്തെ ചോദ്യം ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഓഡിറ്റിംഗ് ഓഫ് ഓൾ എക്സ്പെൻഡിച്ചർ ചാർജ് അഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ്? ഓപ്ഷൻ സി AG. 75ാമത്തെ ചോദ്യം ജന്മിഭോഗം, കരത്തിൽ ചിലവ് ആൻഡ് അർത്ഥപാൽസ or allowances paid to some ജന്മീസ് and other persons in the state. These are not pension proper but territorial and political pension. അതിൽ വരുന്നതാണ് ഓപ്ഷൻ ബി. 76ാമത്തെ ചോദ്യം കോപ്പിംഗ് ഫീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഓപ്ഷൻ ഡി ക്രിമിനൽ കോർട്ട് ഡെപ്പോസിറ്റിലാണ് വരുന്നത്. 77ാമത്തെ ചോദ്യം ഹൂ ഓതറൈസ് ദ പേയ്മെന്റ്സ് ഓഫ് ഇൻക്രിമെന്റ്സ് ടു ഗസറ്റ് ഓഫീസേഴ്സ് ആസ് ദ ഫോൾ ഡ്യൂ? അക്കൗണ്ടന്റ് ജനറൽ ആണ് സാങ്ഷൻ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി. 78ാമത്തെ ചോദ്യം ദ ഡേ ഫോർ പ്രസന്റേഷൻ ഓഫ് ബജറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ഗവർണർ ആണ് ഫിക്സ് ചെയ്യുന്നത്. ഓപ്ഷൻ എ. 79ാമത്തെ ചോദ്യം ബജറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. 80ാമത്തെ ചോദ്യം ഇൻ വിച്ച് മന്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ സർക്കുലർ ഫോർ പ്രിപ്പയറിംഗ് ദ ബജറ്റ്? ഓപ്ഷൻ ബി ജൂലൈ. 81ാമത്തെ ചോദ്യം ഡാഷ് ഈസ് ദ അബാൻഡൻമെന്റ് ഓഫ് ക്ലെയിംസ് ഓഫ് റവന്യൂ വിതൗട്ട് എക്സോസ്റ്റിംഗ് ഓൾ അവന്യൂസ് ഓഫ് റിക്കവറി? അത് നമ്മൾ പറയുന്ന പേരാണ് ഓപ്ഷൻ എ റെമിഷൻ ഓഫ് റവന്യൂ. 82ാമത്തെ ചോദ്യം ഓൾ കോൺട്രാക്ട് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് റിട്ടേൺ അഗ്രിമെന്റ്സ് എക്സ്പ്രസ് ടു ബി മെയ്ഡ് ബൈ ദ ഡാഷ് ആൻഡ് സൈൻഡ് ബൈ ദ കോമ്പറ്റന്റ് അതോറിറ്റി? ഓപ്ഷൻ ഡി ഗവർണർ. 83ാമത്തെ ചോദ്യം ദ എക്സിക്യൂഷൻ ഓഫ് ദ ബജറ്റ് ഈസ് ഡൺ ബൈ ദ എക്സിക്യൂട്ടീവ്? ഓപ്ഷൻ സി. 84ാമത്തെ ചോദ്യം റേറ്റ് കോൺട്രാക്ട് വിൽ ബി സെറ്റിൽഡ് ബൈ? ഓപ്ഷൻ ബി സ്റ്റോഴ്സ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. 85ാമത്തെ ചോദ്യം ഡാഷ് ഈസ് എ കോൺട്രാക്ട് ഫോർ ദ സപ്ലൈ ഓഫ് സ്റ്റോഴ്സ് അറ്റ് സ്പെസിഫൈഡ് റേറ്റ്സ് ഡ്യൂറിംഗ് ദ പീരീഡ് കവേർഡ് ബൈ ദ കോൺട്രാക്ട്? റേറ്റ് കോൺട്രാക്ട്. ശ്രദ്ധിക്കണം, റേറ്റ് കോൺട്രാക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. 86ാമത്തെ ചോദ്യം dash tender may be adopted in the case of small order when the articles required are of a proprietary character? Option B single tender. 87ാമത്തെ ചോദ്യം പേയ്മെന്റ് ടു ഫോംസ് abroad is arranged by dash through the State Bank of India? Accountant General. 88ാമത്തെ ചോദ്യം which article in KFC deals with the pay and allowances due to a deceased government servant? Article 83. Option C. 89ാമത്തെ ചോദ്യം all paddy pensions converted into cash payment with effect from 1st February 1955. 90ാമത്തെ ചോദ്യം the technique of presenting the operation of government in both financial and physical terms is? Option B performance budget. 91ാമത്തെ ചോദ്യം what marks the conclusion of the second stage of the budgetary cycle? ആണ് passing of the budget. Option D. 92ാമത്തെ ചോദ്യം the authorities empowered to enter into contract on behalf of governor are specified in the book of financial powers? Option C. 93ാമത്തെ ചോദ്യം the provision for stores should be worked out based on past consumption, anticipated variation and stock in hand, all the above? Option D. 94ാമത്തെ ചോദ്യം the proposals in respect of loans to local bodies for new works or to any person or body for an entirely new object should be treated as part 2 scheme? Option A. 95ാമത്തെ ചോദ്യം dash is the initial record of labor employed each day on a work? അതിനാണ് നമ്മൾ മസ്റ്റർ റോൾ എന്ന് പറയുന്നത്. 96ാമത്തെ ചോദ്യം washing allowance paid to class 4 government servants shall be classified under? Option C salaries. 97ാമത്തെ ചോദ്യം an agency subject is a subject administered by the state government on behalf of union government? Option D. 98ാമത്തെ ചോദ്യം the transfer of government lands with improvements up to 2 acres thereon from one department to another shall be ordered by? district collector ആണ് അത്തരം സന്ദർഭങ്ങളിൽ അതിന്റെ ഓർഡർ പ്രസിദ്ധപ്പെടുത്തുന്നത്. 99ാമത്തെ ചോദ്യം a contingent bill should not ordinarily be endorsed for payment to a private party after? Option A 15th March. 100ാമത്തെ ചോദ്യം dash in consultation with the Kerala Granthashala Sangham will forward proposals to government for grading of libraries? Option B Director of Public Instructions. ഇതോടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ തീരുകയാണ്. അധികം തെറ്റുകളില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നത്. ഇതിനകത്ത് ആകെ ഒരു തെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തെറ്റ് മൂലം PSC ഒഴിവാക്കിയ ഒറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പേപ്പറിൽ ഒത്തിരി പേര് ജയിച്ചിട്ടുള്ള താരതമ്യേന സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ്സുകളിലൂടെ അവസാനിക്കുകയാണ്. വീഡിയോക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുക.